ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് രാമോജി ഫിലിം സിറ്റിയിലുള്ള മോഷൻ ക്യാപ്ചർ സ്റ്റുഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്നില്ല, ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഷോയും കൂടിയാണ് ഇത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം. वेलकम टू मोशन कैप्चर स्टूडियो. मोशन कैप्चर स्टूडियो में अपना हार्दिक स्वागत है. Look at your front side top. The round blue color circle cameras called OptiTrack cameras. सामने देखिए ऊपर, ये राउंड ब्लू कलर सर्कल कैमरास जो है इसे OptiTrack cameras कहती है. टोटल 16 cameras. Now look at our artist. She is wearing a special costume. It has sensors on it. कॉस्ट्यूम के ऊपर देख सकते हैं व्हाइट कलर डॉट्स, वो है सेंसर्स. These OptiTrack cameras capturing the sensors and showing on the screen as an avatar character. ये कुर्सी के ऊपर भी देख सकते हैं सेम सेंसर्स लगे हुए. While she lifting the chair on the screen you can see as an rock. So पत्थर की तरह देख सकते हैं स्क्रीन के ऊपर. With the help of this technology, many movies like Bahubali, Hulk, King Kong, Hanuman, Adipurush, Robo, Avatar, iMovie, Spider-Man, Batman, Pirates of the Caribbean, Planet of the Apes, ऐसे बहुत सारे एनिमेशन फिल्म इसी टेक्नोलॉजी इस्तेमाल करके शूट किया जाता है. तो इसे मोशन कैप्चर टेक्नोलॉजी कहते हैं. This is your first attraction, motion capture studio. Your second attraction will be the virtual shoot, where you can see yourself walking on a London Bridge. अपने आप चलते हुए देख सकते हैं लंदन ब्रिज के ऊपर. So thank you everyone. Thanks for visiting Motion Full Day. തന്നെ നമ്മളൊരു വേറൊരു സ്ഥലത്ത് കാണുകയാണ്, ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൂടെയുള്ള ജസ്റ്റ് വീഡിയോ ഒന്നിങ്ങനെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. നമ്മൾ നടന്നു പോകുമ്പോൾ ആ ബ്രിഡ്ജിലൂടെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. കണ്ടില്ലേ, നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. ഞാനൊരു 2-3 തവണയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു യൂറോപ്യൻ സ്ട്രീറ്റിലോട്ടാണ്. ഇതൊക്കെ ഒരുപാട് മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഉദയനാണ് താരം എന്നൊക്കെയുള്ള മൂവിയൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നായിരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ നിന്നുള്ള 1-2 ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപോലത്തെ ആ ഒരു ബിൽഡിങ്, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇതാണോ ഹോസ്പിറ്റൽ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഷൂട്ടിങ്ങൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് മാറ്റിയും അല്ലാതെയും ഒക്കെ ചെയ്യും ഈ ഒരു ഗ്രീൻ ബിൽഡിങ്. ഇതിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് പിന്നെ എയർപോർട്ടിലേക്കാണ് കേട്ടോ. എയർപോർട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പല എയർപോർട്ടുകളുടെ പേരുകൾ മാറ്റിയും ഒക്കെ തന്നെയും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിനുള്ളിലൊന്നും ആരുമില്ല കേട്ടോ. പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് പേടി തോന്നും. അപ്പം എൻ്റെ കൂടെയുള്ളവർ ഓൾറെഡി അതങ്ങ് കറങ്ങി, ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ ഞാൻ അതിലൂടെയുള്ള ഒരു കാഴ്ചകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവർക്കനുസരിച്ചിട്ടുള്ള ഏത് എയർപോർട്ടാണോ അതിനനുസരിച്ചിട്ടുള്ള പേര് മാറ്റങ്ങൾ വരുത്തിയും മറ്റുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ പല ഭാഗങ്ങളും പല ആവശ്യങ്ങൾക്കായിട്ട്, അതായത് പല ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് അവർ യൂസ് ചെയ്യും. ഇത് ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളത് അതേ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ കണ്ടു. ഇതൊക്കെ ഓരോ ബിൽഡിങ്ങിനും പല ആവശ്യങ്ങൾക്കായിട്ട് പല ഷൂട്ടിംഗ് ലൊക്കേഷൻസാണ് കേട്ടോ. അവരതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വേറൊരു ഗൈഡ് ഉണ്ട് നമുക്കപ്പോൾ ബസ്സിലെപ്പോഴും ഗൈഡ് ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്, അതിലൂടെ തന്നെയാണ് ബസ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് നേരത്തെ കണ്ട ആ ഒരു എന്താണ് കരിഷ്മ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ ആ സ്ഥലത്തുകൂടെ ഒരിക്കൽ കൂടെ പോവുകയാണ്. ശരിക്കും എവിടെ നോക്കിയാലും നമുക്ക് എന്താ മതി വരില്ല, അത്രയും നല്ല കാഴ്ചകളാണ് ചുറ്റും. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൂടെയുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഇവിടെ തന്നെ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ.
നല്ല ബ്യൂട്ടിഫുള്ളി എല്ലാം എന്താ പറയുക അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ്. ഗാർഡൻസ് മാത്രമല്ല, ഇപ്പം ഫോറസ്റ്റ് ഏരിയ വേണമെങ്കിൽ അങ്ങനെയും ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ഭാഗത്തോട്ടും നമ്മൾ അധികം പോകുന്നില്ലെന്ന് മാത്രം. അങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇങ്ങനെ हवा महल देखने के बाद हवा महल के नीचे रहेगा आपको माया लॉक कंप्लीट करने के बाद जापानीज गार्डन का कवरेज बस मिलेगा इको टू बटरफ्लाई पार्क्स का ഈ ഹവാമഹലിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. ഈ ഹവാമഹലിനകത്ത് എപ്പോഴും ഇങ്ങനെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കും വേണമെങ്കിൽ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ഭയങ്കര ടയേർഡായി കേട്ടോ. ലഞ്ച് കഴിക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. നമ്മളൊരു റെസ്റ്റോറൻറ്റ് തേടി നടക്കുകയാണ്. കാരണം നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിനടുത്ത് തന്നെ 1-2 റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട്. നമ്മൾ നല്ല ടയേർഡാണ് കേട്ടോ ശരിക്കും. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ ബാക്കിയുണ്ട്. നമ്മുടെ ഈ ഹവാമഹലിൽ നോക്കിയാൽ തന്നെ രാമോജിയുടെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഉച്ച സമയമാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത പ്രോഗ്രാമുള്ളൂ. ഇനി ഈ റോയൽ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇതിലൂടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ, രാമോജിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.